DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും തന്നെ ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവരാണ്. പണം നിക്ഷേപിക്കുന്നതും പിൻവലിക്കുന്നതും സാധാരണമാണ്. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ പണം ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ അല്ലെങ്കിൽ പിൻവലിച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമപ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാകുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. അതിനാൽ തന്നെ ഇത്തരം ആശങ്കകൾ മൂലം തുക കുറച്ച് നിക്ഷേപിക്കുന്നവരും നിരവധിയാണ്. നിങ്ങളുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും പിൻവലിക്കുന്നതിനും പരിധിയുണ്ടോ? ഉണ്ടെങ്കിൽ ആ പരിധി എത്ര? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുമ്പോൾ അതിന് പരിധിയുണ്ട് എന്ന ധാരണയുള്ളവരാണ് മിക്കവരും. അതിനാൽ തന്നെ കുറവ് നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നവർ നിരവധിയാണ്. മാത്രമല്ല 10 ലക്ഷം രൂപയിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുവാൻ പാടില്ല എന്നാണ് ഇടപാടുകൾ നടത്തുന്ന പലരുടെയും ധാരണ. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും പരിധിയൊന്നും തന്നെയില്ല. ഒരു നിശ്ചിത തുക മാത്രമേ നിക്ഷേപിക്കാവൂ എന്നതിനെക്കുറിച്ച് റിസർവ് ബാങ്കോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റോ യാതൊരുവിധ നിബന്ധനകളും പരിധികളും നിശ്ചയിച്ചിട്ടില്ല. അതിനാൽ തന്നെ 10 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള തുകകളോ നിങ്ങൾക്ക് ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്നൊരു നിയമവുമില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം. എന്നാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തമായ രേഖകൾ അല്ലെങ്കിൽ വ്യക്തമായ സോഴ്സ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ലീഗൽ ആയിരിക്കണം. പണത്തിന്റെ ഉറവിടം നമ്മൾ കൃത്യമായി കാണിക്കുകയും ഇത്തരത്തിൽ സോഴ്സ് കാണിച്ച് ലീഗലായ തുക എത്ര വേണമെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയും. ഏപ്രിൽ 1 ആരംഭിച്ച് മാർച്ച് 31 അവസാനിക്കുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ തുക ഒരു വ്യക്തി ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ നിക്ഷേപിച്ചാൽ, അതായത് സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കൗണ്ടിലൊക്കെ നിക്ഷേപിച്ചാൽ അക്കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും. അതായത് 10 ലക്ഷത്തിൽ കൂടുതലുള്ള തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ വിവരം ഇൻകം ടാക്സിനെ ബാങ്ക് അറിയിക്കണമെന്നൊരു നിബന്ധനയുണ്ട്. എന്നാൽ ഒരു സ്ഥാപനത്തിന്റെ കറണ്ട് അക്കൗണ്ടിലാണെങ്കിൽ ആ പരിധി 50 ലക്ഷമോ അതിൽ കൂടുതലോ ആണ്. ആ പരിധിയിൽ കൂടുതലുള്ള തുക സ്ഥാപനത്തിന്റെ കറണ്ട് അക്കൗണ്ടിൽ വന്നാലും ബാങ്ക് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. ഇത്തരത്തിൽ ബാങ്ക് ഈ വിവരം ഇൻകം ടാക്സിനെ അറിയിക്കുന്നത് മൂലം ഇൻകം ടാക്സിൽ നിന്നും അക്കൗണ്ട് ഉടമയ്ക്ക് ഒരു നോട്ടീസ് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഇൻകം ടാക്സിന്റെ നോട്ടീസ് വരുമ്പോൾ അത് അവഗണിക്കരുത്. നമ്മുടെ പണത്തിന്റെ സോഴ്സ് ചോദിച്ചായിരിക്കും ആ നോട്ടീസ് വരുന്നത്. അത്തരത്തിലൊരു നോട്ടീസ് വരുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച ഈ പണത്തിന്റെ വ്യക്തമായ സോഴ്സ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ആ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് നിയമ നടപടികളൊന്നും നേരിടേണ്ടി വരില്ല. മാത്രമല്ല നിങ്ങൾക്ക് തുടർന്നും നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തൃപ്തരല്ലെങ്കിൽ, അതായത് നിങ്ങളുടെ പണത്തിന് വ്യക്തമായ രേഖകളില്ലെങ്കിൽ, അതായത് കള്ളപ്പണമാണെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികളും ചിലപ്പോൾ പിഴയും ഒക്കെ അടക്കേണ്ടി വന്നേക്കാം. ഇനി സ്ഥാപനങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൽ അത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒറ്റ അക്കൗണ്ടിലോ ഒറ്റത്തവണയായോ വിവിധ സമയങ്ങളിലായോ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തുക വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് അന്വേഷിച്ചും ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നതാണ്. അതിനും നിങ്ങളുടെ പണത്തിന്റെ കൃത്യമായ രേഖകൾ കാണിച്ചാൽ മതി. പണത്തിന് കൃത്യമായി ഇൻകം ടാക്സ് അടക്കുന്ന ആളുകൾക്കും സോഴ്സ് കാണിക്കുന്നവർക്കും പരിധിയില്ലാതെ പണം അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. ടാക്സ് അടക്കാത്തവർക്കും സോഴ്സ് കാണിക്കാത്തവർക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമ നടപടി നേരിടേണ്ടി വരും. അതിനാൽ തന്നെ നിങ്ങളുടെ പണത്തിന്റെ ട്രാൻസാക്ഷനും സോഴ്സും കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലീഗലായ വ്യക്തമായ സോഴ്സ് കാണിക്കാൻ കഴിയുന്ന പണം പരിധിയില്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ കഴിയുമെന്ന കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം ആദായനികുതി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുക കറൻസി ഇടപാടുകൾ നടത്താൻ സാധിക്കില്ല എന്ന കാര്യവും മനസ്സിലാക്കുക. ആദായനികുതി നിയമം സെക്ഷൻ 269 ST പ്രകാരമാണ് ഈ പരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു ദിവസത്തെ പരിധിയാണത്. അതായത് ഒരു വ്യക്തിക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുക പണമായി ഒരു ദിവസം ഇടപാട് നടത്താൻ സാധിക്കില്ല. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകളെല്ലാം ബാങ്കുകൾ വഴി തന്നെ നടത്തണം. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുക ഒരു ദിവസം ക്യാഷായി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മാത്രമല്ല സ്വീകരിക്കാനും സാധിക്കില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ചെക്ക്, ബാങ്ക് ട്രാൻസ്ഫർ, UPI തുടങ്ങിയവ മുഖാന്തരം പണം കൈമാറുവാൻ ശ്രദ്ധിക്കുക. ബന്ധുക്കളിൽ നിന്നുള്ള ഇടപാടിനും ഇത് ബാധകമാണ്. ഈ നിബന്ധനകൾ പാലിക്കാതെ ഇടപാടുകൾ നടത്തിയാൽ ഇടപാടിലെ മുഴുവൻ തുകയും പിഴയായി ഈടാക്കുന്നതാണ്. മറ്റൊന്ന്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എത്ര തുക വേണമെങ്കിലും നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ്. അതിന് നിയന്ത്രണങ്ങളൊന്നുമില്ല. എന്നാൽ നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 20 ലക്ഷം രൂപയിൽ കൂടുതൽ പിൻവലിക്കുകയാണെങ്കിൽ 20 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന തുകയ്ക്ക് 2% TDS വരുന്നതായിരിക്കും. ഇതൊഴിവാക്കുന്നതിന് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത അക്നോളജ്മെന്റ് നിങ്ങളുടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ TDSൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ SB അക്കൗണ്ടിൽ നിന്നുള്ള നിങ്ങളുടെ പിൻവലിക്കൽ 1 കോടി രൂപയിൽ കൂടുതലാവുകയാണെങ്കിൽ TDS നിർബന്ധമായും നൽകേണ്ടി വരും. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന വ്യക്തികൾക്ക് 2%, നൽകാത്ത വ്യക്തിയാണെങ്കിൽ 5% TDS പിടിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.